പെട്ടെന്ന് ആർഷമോനൊരു പനി പിടിച്ചു. ഹോസ്പിറ്റലിലൊക്കെ പോയി ഡോക്ടറെ കണ്ട് മെഡിസിനൊക്കെ വാങ്ങി വീട്ടിലെത്തി കട്ടൻ ചായയും റസ്കും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പം പെട്ടെന്ന് മാമൻ്റെ മോൻ്റെ ഒരു വിളി. എന്തായാലും ചേച്ചി നാട്ടിലില്ലേ, ഞാൻ ദേ ഇപ്പം വരുവാണെന്ന്. അല്ലെങ്കിൽ പിന്നെ എന്നെ കാണാൻ അവന് 150 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കൊച്ചി വരേണ്ടി വരും. ഭയങ്കര ബുദ്ധിയാ. ഹോസ്പിറ്റലിന്റെ മണം അടിച്ചപ്പോൾ തന്നെ ആഷിന്റെ പനി ഏകദേശം മാറി. അങ്ങനെ സഞ്ജുവിനെ നോക്കി, അതായത് എൻ്റെ മാമന്റെ മോനെ നോക്കിയിട്ട് ഞാൻ ആ നട്ടപ്പൊരി വെയിലത്ത് നിൽക്കുവാണ്. അതെ വരുന്നു എൻ്റെ മാമന്റെ മോൻ. 2 വർഷത്തെ പ്രവാസി ജീവിതത്തിനൊടുവിൽ വെറും 40 ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നേക്കുവാണ് കേട്ടോ. ഓണമൊക്കെ ആഘോഷിച്ചിട്ട് പോവാമെന്ന് ഓർത്തിട്ടായിരിക്കും. വന്നപ്പോഴേ ക്യാമറ പകർത്തുന്നതിന്റെ വെപ്രാളത്തിൽ ഗേറ്റ് തുറക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഒട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് തീരുമാനിച്ച് വന്നതല്ലേ, അതുകൊണ്ട് വലിയ സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഫുഡുകളെ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. എന്നാലും കപ്പയും ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇല്ല വ്ളോഗൊന്നുമല്ല, ഞാൻ അങ്ങനെ ചെയ്യുമോ? ഞാൻ ഇവനെ മാത്രമായിട്ടാണ്. ഇവനാണ് എൻ്റെ നീ എൻ്റെ ഇറയേ അല്ല ഇവൻ.